ഡ്രൈ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്. ഇത് കൂടാതെ സെൻസിറ്റീവ് സ്കിന്നും ഉണ്ട്. ഈ ഒരു ഇയറിൽ വാട്ട്സ് ട്രെൻഡിങ് ഇൻ എസ്തെറ്റിക്? അവരവരുടെ സ്കിൻ എത്രത്തോളം മാക്സിമം അവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ എത്തിക്കാം എന്നുള്ള രീതിയിലേക്കാണ് 2026 ട്രെൻഡ് പോകുന്നത്. കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ ട്രെൻഡിങ് ആയിരുന്നു സ്കിൻ ലൈറ്റനിങ്, സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട്. വെളുത്തിട്ട് മാറുന്നത്. ഒരു ആക്നെ വരുമ്പോഴേക്കും ഒരു ജെൽ അപ്ലൈ ചെയ്ത് കുറയ്ക്കാന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഓയിലൊക്കെ ഓയിലും സഹിക്കാം, തുപ്പലൊക്കെ പുരട്ടാറുണ്ട്. തമന്ന പറഞ്ഞു അത്രയും പറയുമ്പോ ശരിയാണ്. It's my personal hack and I believe there's a science to it. പ്രേമം ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാരും പറഞ്ഞു സായി പല്ലവിയുടെ പിമ്പിൾ, ചീക്കിന്റെ സൈഡിൽ രണ്ട് സൈഡിലുള്ള ആ ബ്ലഷ് ഇട്ട പോലെ റെഡ് പിമ്പിൾസ്. ഒട്ടും പിമ്പിൾ ഇല്ലാത്തവരുടെ ഫേസിൽ ഒരെണ്ണം വന്നു കഴിയുമ്പോഴേക്കും അയ്യോ. ടോണർ, സെറം ഇതൊക്കെ നമ്മളെ സ്റ്റെപ്പിൽ ഉൾപ്പെടുത്തണ്ടേ? ഇതൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഓയിലി ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സിസ്റ്റിക് ആയിട്ടുള്ള ആക്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ആക്നെ, ജോ ലൈനിലൊക്കെ കാണുന്ന ആക്നെ ആണെങ്കിൽ അത് കൂടുതലായിട്ടും വരുന്നതെന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്നത്. ആൺകുട്ടികൾക്ക് മുഖക്കുരു വരുന്നതിന്റെ കാരണം എന്തൊക്കെയാണ്? അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഡാൻഡ്രഫ്, ഹെൽമെറ്റ് യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും എന്ത് അസുഖം വന്നാലും റൂട്ട് കോസ് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും.